എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഇതാണ്. നിങ്ങൾ ഈ ഫോൺ വാങ്ങുകയാണെങ്കിൽ യു വിൽ ബി ട്രാവലിംഗ് അറൗണ്ട് വിത്ത് ദ ബിഗ്ഗസ്റ്റ് സ്പൈ ഇൻ യുവർ പോക്കറ്റ്. കാരണം ഇതിലെ ക്യാമറ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആളുകൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. അതിൽ പ്രധാന വില്ലൻ ഈ കണക്ഷനാണ്. ഫോട്ടോ എടുക്കാൻ ക്യാമറ വാങ്ങിച്ചാൽ പോരെ, ഫോൺ വാങ്ങിക്കണോ? ഇവനാണ് അടുത്ത വില്ലൻ. ഫോൺ ഓഫാണെങ്കിലും ബാറ്ററിയിൽ ചാർജ് ഉള്ളിടത്തോളം ഇവൻ നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഫീച്ചർ നിങ്ങളെക്കാൾ കൂടുതൽ പ്രയോജനപ്പെടുന്നത് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ്. ഇനി മൈക്രോഫോണിലേക്ക് വരാം. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ഗ്രേഡ് ട്രാൻസ്മിറ്ററാണ് ഈ കാണുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്നോ, ബാക്ക്ഗ്രൗണ്ട് വേണോ, ഹോട്ടൽ റൂം വേണോ എന്നൊക്കെ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്താൽ ഉടനടി ഇവൻ വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ചു പറയും. ഇതൊക്കെ ഇളക്കിപ്പറിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ അടുത്ത കൺസേൺ ഫോണിൻ്റെ റീസെയിൽ വാല്യൂ കുറയുന്നുള്ളതല്ലേ. ഈ പുതിയ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി പഴയ ഫോൺ വിൽക്കുന്ന ഏർപ്പാട് നിവൃത്തിയുണ്ടെങ്കിൽ ഒഴിവാക്കുക. കാരണം ഒരു ഫോണിനൊപ്പം നിങ്ങൾ വിൽക്കുന്നത് സ്വന്തം ജീവിതം കൂടിയാണ്. അതിന് എന്തൊക്കെ ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾക്ക് വിലപ്പെട്ട എന്തെങ്കിലും ആ ഫോണിലുണ്ടെങ്കിൽ അത് എടുക്കാൻ അറിയാവുന്നവൻ എടുത്തിരിക്കും. ഇനി എൻ്റെ സ്വകാര്യത നഷ്ടപ്പെട്ടാൽ എനിക്കൊരു ചുക്കുമില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യരോട് ഇതെല്ലാം അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെടുത്തിയ ഒരു 16-കാരിയുടെ അവസ്ഥ ഞാനിവിടെ പറയാം.